ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. നമുക്കിന്ന് റോസ്റ്റഡ് പീനട്ട് തയ്യാറാക്കാവേ. നമ്മൾ സാധാരണ റോസ്റ്റഡ് പീനട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ധാരാളം എണ്ണ വേണം അല്ലേ? പക്ഷെ നമ്മളിത് തയ്യാറാക്കുന്നത് എയർ ഫ്രയറിലാണേ. അപ്പം അല്പം എണ്ണ മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് കറക്റ്റ് അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ഈ റോസ്റ്റഡ് പീനട്ട് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പീനട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി കേട്ടോ, കടലയാകുമ്പോഴേക്കും ഒരുപാട് ഉപ്പ് വേണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും വരും, അതുപോലെ ആവശ്യത്തിനുള്ള എരിവും കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് എടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ഈ കടലിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. പൊതുവേ നമ്മൾ മസാലക്കടലൊക്കെ തയ്യാറാക്കുക നമ്മൾ എണ്ണയിൽ മുക്കിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ നമ്മളിപ്പോൾ ഒഴിച്ച ഒരു 1/2 സ്പൂൺ എണ്ണ മാത്രം മതി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം കളർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള റോസ്റ്റഡ് പീനട്ടിൻ്റെ കളർ കിട്ടുവേ. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് മാറ്റാവേ. ഞാനിവിടെ എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കാം. ട്രേയിലോ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ വെച്ചേക്കുന്നത് ഫോയിൽ പേപ്പറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ പീനട്ടിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു 8 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമുക്ക് ഈ ട്രേ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 8 മിനിറ്റ്സ് ടൈമർ വെക്കാവേ. 8 മിനിറ്റ്സ് ടൈമറിൽ 180 ഡിഗ്രി സെൽഷ്യസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയർ ഓൺ ആക്കാം. ഒരു 4 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. അപ്പം നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് അതുപോലെ അടച്ചു വെക്കാം. എന്നിട്ട് ഇനി ഒരു 4 മിനിറ്റ് കൂടെ റോസ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ടോട്ടലി 8 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ മസാലക്കടല കറക്റ്റായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഇപ്പോൾ നമ്മുടെ കണ്ടോ അടിപൊളി റോസ്റ്റഡ് പീനട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്